ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഇഡലിക്ക് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ട്, അപ്പോൾ 2 ദിവസത്തേക്കുള്ള മാവാണിത്. അപ്പോൾ ഇതിന്ന് ഇപ്പം തന്നെ പകുതി മാറ്റി നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ബാക്കി പകുതി ഇന്ന് ഇഡലി ഉണ്ടാക്കും. നാളെ ബാക്കി എടുത്തിട്ട് ദോശയോ ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ അരച്ചപ്പോൾ 2 ദിവസത്തേക്ക് അങ്ങോട്ട് അരച്ചതാണ്. അങ്ങനെ മാവൊക്കെ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇഡലിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സാമ്പാറായിട്ട് ഉണ്ടാക്കിയത്. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തക്കാളിയും ഉരുളക്കിഴങ്ങ് സവാള 2 മുരിങ്ങക്ക അത്രയും മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡലിയും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെല്ലടിയായിട്ട് ചെന്ന് നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിട്ടോ ഈ മോള്. അപ്പോൾ അത് വന്നതാണ്. ഇത് ഈ പെയിൻറ്റൊക്കെ ചെയ്യണ ബ്രഷില്ലേ, ഈ കുട്ടികൾ ചിത്രമൊക്കെ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ അവളിപ്പോൾ പടം വരയ്ക്കലൊക്കെ ആയിട്ടോ, ഇപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ ഓരോരുത്തർക്ക് ഒരേ ഹോബിയായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ അവളിപ്പോൾ പടം വരയ്ക്കലിലേക്കാണ് കയറിയേക്കുന്നത്. അപ്പോൾ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും സ്ക്രീൻ ടൈം കുറഞ്ഞിരിക്കുമല്ലോ, ഏത് നേരവും കുട്ടികൾ ഈ മൊബൈലിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാങ്ങിക്കൊടുത്താൽ കുറേ നേരം അങ്ങനെ ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ക്യാൻവാസ് ഓർഡർ ചെയ്താട്ടോ. അപ്പോൾ ഇത് ക്യാൻവാസ് നമ്മൾ ഈ ഓൺലൈനിൽ നമ്മൾ കാണുമ്പോൾ ഇത് ഒരുപാട് വലിപ്പം തോന്നിക്കും, പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്യാൻവാസുകളാട്ടോ. അപ്പോൾ അവൾക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത്. അപ്പോൾ ചെറുതായിപ്പോയി എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത് വന്നായിരുന്നു. ഇപ്പോൾ അവൾ കയ്യിലുണ്ടായ ബ്രഷ് വെച്ചിട്ട് ഇതിനകത്ത് 3-4 എണ്ണത്തിൽ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവൾ എന്നെ പറയുന്നുണ്ട്, അതൊന്നും അത്ര ഭംഗിയില്ല അമ്മച്ചി, അതൊന്നും ആരെയും കാണിക്കാനുണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ അവൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബ്രഷ് ഇതിനകത്ത് ചെയ്ത ബ്രഷിനേക്കാളും കുറച്ചുകൂടി നല്ല ബ്രഷ് വേണമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ ബ്രഷ് ഓർഡർ ആക്കിയത് കേട്ടോ. പിന്നെ ഇത് കൂടാതെ സാധാരണ നമ്മുടെ പേപ്പറിൽ വരച്ചതും കുറേ ഉണ്ട് കേട്ടോ. അവളുടെ റൂമിലുണ്ട്, എന്നിട്ട് കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ അതിൽ വരച്ചതും ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരവരുടെ കളികളിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇത് നെയ്മീൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. അപ്പോൾ അത് ക്ലീനാക്കാൻ എളുപ്പമുണ്ടായി. അത് ക്ലീനാക്കി പിന്നെ കുറച്ച് ഏത്തക്കായ ഉണ്ടായി. എന്നാൽ അത് മെഴുക്ക് പുരട്ടി എടുക്കാം, മീൻ ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ ആയിട്ട് എൻ്റെ ജോലികളായിട്ട് ഞാനും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഫുൾ ടൈം ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. അവർ സമയം പോണതും അറിയില്ല, വിശപ്പും ദാഹവും ഒന്നും അറിയാത്ത കളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് മോനെ ആയാലും മോളെ ആയാലും ആരെയായാലും ഒക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കും. കുറച്ച് സമയം ഒരു ജോലി ഇല്ലെങ്കിൽ കുറച്ച് വെളുത്തുള്ളി എടുത്ത് അങ്ങോട്ട് എടുത്ത് കൊടുക്കും, അതിൻ്റെയൊക്കെ തോല് കളഞ്ഞ് തരാൻ പറയും. അപ്പോൾ അവർ ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയായിരിക്കും കേട്ടോ ചെയ്യണത്. ഇളയ മോനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് മനസ്സിലാവട്ടെ ഇത് നമുക്കിട്ടുള്ള പണിയാണെന്ന്. അപ്പോൾ അവർക്ക് കുറച്ച് മടിയൊക്കെ വരും, എന്നാലും മനസ്സിലാവൻസോടെ ആണെങ്കിൽ ചെയ്തോളൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവരുടെ ടൈം കളയാൻ ചെയ്യണ പരിപാടികൾ കേട്ടോ. പിന്നെ ഇടയ്ക്ക് പറയും മുറ്റത്തിറങ്ങിയിട്ട് പുല്ലൊക്കെ ഒന്ന് പറിക്കുക, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ പുല്ലുകളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുക. അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവർ മടിയൊന്നുമില്ല കേട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ കായൊക്കെ മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഒരു ട്രിപ്പ് ഇതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരവും ചായ ഇട്ടതാണ്, കട്ടൻ ചായയാണ്. പിന്നെ മിച്ചറുണ്ടായി, അപ്പോൾ അതും ഒക്കെ വെച്ച് കൊടുത്താൽ അവരവിടെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ നല്ല ചൂടാട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. രാവിലെയും വൈകുന്നേരവും ഒന്നും സമയമൊന്നുമില്ല, ദാഹം തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാനും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ, ടെറസിൻ്റെ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ മഴയൊക്കെ കിട്ടണോണ്ട് തന്നെ ഞാൻ മുകളിലേക്ക് അധികം പോക്ക് കുറവായിരുന്നു. കാരണം നനയ്ക്കാൻ വേണ്ടിയാണ് പോകണത് തന്നെ. അപ്പോൾ എൻ്റെ കണ്ണെത്താത്തതുകൊണ്ട് കുറച്ച് കോവയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടന്നത് പഴുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈ കോവയ്ക്കാണെങ്കിൽ നല്ല വലിപ്പമുള്ള കോവയ്ക്കാണ്. അപ്പോൾ അത് പഴുത്ത് പോയപ്പോൾ സങ്കടമുണ്ട്. അപ്പോൾ പിന്നെ ഇനി ബാക്കി മൂത്ത് നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. 2-3 ടൈപ്പ് കോവലത്തിൻ്റെ വള്ളിയുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കോവയ്ക്കുണ്ട്. എന്നാൽ അതൊക്കെ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ
അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെടിയും നനയ്ക്കണം. അപ്പം ഞാൻ മുകളിലേക്ക് കയറുമ്പോൾ ഇവരെല്ലാവരും എൻ്റെ പുറകെ കയറി വരും കേട്ടോ. അപ്പം ഞാൻ അവരോട് ചോദിക്കേണ്ടത്, ഞാൻ വരാൻ നോക്കിക്കണ്ട, നിങ്ങൾക്ക് തന്നെ വന്നത് നനച്ചു കൊടുത്തൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടത് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ